നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ട് കളയുക. പാസ്റ്റും പ്രസന്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഫ്യൂച്ചർ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകാൻ ടാരോ കാർഡ് നിങ്ങൾക്ക് സഹായകമാകും. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജിയെ പിക്ക് ചെയ്യുന്നു. നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ ചാനലിന് നൽകുക. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമായ എനർജികൾ ചോദിക്കുന്നു. എൻ്റെ വ്യൂസിൻ്റെ കഴിഞ്ഞ കാല ജീവിതം എന്തായിരുന്നു? പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. പ്രസന്റ് ലൈഫ് എങ്ങനെയാണ് കടന്നു പോകുന്നത്? പ്രസന്റ് ലൈഫ് ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ്സ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓവറോൾ വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ്സ് എന്നാണ്. പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കഴിഞ്ഞ കാല ജന്മങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും റിലീസ് ചെയ്യുവാനോ അത് ബോധ മനസ്സിലിരിക്കുന്ന നമുക്ക് ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്നൊന്നും അറിയത്തില്ല. അപ്പം അറിയാത്ത ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇത് ടാരോ കാർഡ് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആസ്ട്രോളജി വഴിയോ അങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നേരെയാക്കാൻ നമുക്ക് സാധ്യമല്ല. അത് വിഡിതമായിട്ടുള്ള ഒരു എനർജിയാണെന്നാണ് ഓഷോ പറയുന്നത്. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളുടെ പ്രസന്റ് ജീവിതത്തിലാണ്. നമ്മുടെ പ്രസന്റ് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമെങ്കിൽ അതിപ്പോൾ മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ സമയങ്ങളിൽ, നിങ്ങളുടെ ഈ അടുത്ത കാല ജീവിതങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രകാശമായിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അത് എല്ലാവരോടും, ഒരു വ്യക്തിയോട് മാത്രമെന്നല്ല എല്ലാവരോടും ഒരുപാട് സ്നേഹവും കൃപയും അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വന്നിരുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് മനോധൈര്യവും ആത്മവിശ്വാസവും പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ചേഞ്ച് കടന്നു വന്നതായി കാണുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടിയതായിട്ട് ഇവിടെ കാണുന്നു. ഫൈറ്റിങ്ങിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നു. ടവറും വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളൊരു അന്ധകാരത്തിൽ പെട്ടുപോയി വളരെ ബുദ്ധിമുട്ടിൽ ഓടി നിങ്ങൾ കടന്നു പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരേണ്ടി വന്നു. സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻ തകർന്നു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും, ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും, അധികാരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും, ആക്സിഡന്റ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സാഹചര്യത്തെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങളുടെ കൂടെ നിന്നവരോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ സഹായിക്കും, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തന്ന് നിങ്ങളുടെ കൂടെ നിന്നിരുന്ന പല വ്യക്തികളും നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. സാഹചര്യം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരുന്ന അവസ്ഥകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആരുമല്ല, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളോടൊപ്പം മരിക്കുവാനും നിങ്ങളോടൊപ്പം ജീവിക്കുവാനും നിങ്ങളോടൊപ്പം നടക്കുവാനും ആഗ്രഹിച്ച പല വ്യക്തികളും നിങ്ങൾക്കൊരു പ്രതികൂല സാഹചര്യം വന്ന സമയത്ത് നിങ്ങളെ എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ നടന്ന് മുന്നോട്ട് പോയിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ഉറ്റവർ പോലും നിങ്ങളെ ഒന്നുമല്ലാത്ത രീതിയിൽ തള്ളി മാറ്റി നിർത്തിയിരുന്ന അവസ്ഥകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നതായിട്ട് കാണുന്നു. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ഔട്ട്സൈഡർ. ഓക്കെ, നിങ്ങൾ തന്നെ ചില വ്യക്തികളെ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ സാമ്പത്തികം കൊടുത്തിട്ടാണെങ്കിലും വിദ്യാഭ്യാസം കൊടുത്തിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങൾ ഒരുപാട് പോറ്റി സ്നേഹങ്ങൾ കൊടുത്ത് നിങ്ങളുടെ ജീവൻ്റെ ഊർജ്ജം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈ ഒറ്റപ്പെടൽ വന്നത് നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കാരണം ഇവിടെ 4 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവരിൽ നിന്ന് വന്നിരുന്ന ഇഗ്നോറിങ്, അവർ പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു പോയി. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങളുടെ വാക്കുകൾക്കോ വില തരാതിരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ടെമ്പറൻസിൻ്റെ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും നിങ്ങൾ അതിനെ അതിജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ കാർഡും അതിജീവനത്തിൻ്റെ കാർഡായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ അതിജീവിച്ച് വന്ന നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ കറൻ്റിലി നടക്കുന്നത് എന്താണെന്ന് നോക്കാം. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു പോസിബിലിറ്റി. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിനുള്ള സാധ്യതകൾ വളരെ അടുത്തായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ശക്തി പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ധൈര്യം വന്നിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു പരുന്തിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കാണുവാൻ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുകളിൽ പറക്കുവാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ചിറകുകൾ വളരെ സ്ട്രോങ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ സ്ട്രഗിൾ കാണുന്നുണ്ട്. സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും അതിന് മുകളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. പരുന്ത് എപ്പോഴും അങ്ങനെയാണ്, ഇല്ല? മറ്റുള്ള പക്ഷികളെല്ലാം മഴ പെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരുന്താകട്ടെ പ്രതികൂല സാഹചര്യം
സാഹചര്യങ്ങൾക്ക് മുകളിലൂടി പറക്കുവാൻ അതിന് സാധിക്കും. മേഘങ്ങൾക്ക് മുകളിൽ ചെല്ലുവാൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണോ അതിന് മുകളിലൂടി പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾ സ്വയം നേടിയെടുത്ത ഒരു സന്തോഷത്തെ ഇവിടെ കാണുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ട്. നിങ്ങളെ വേദനിപ്പിക്കുന്നത് ആ ഒരു കാര്യം മാത്രമാണ്. ഇപ്പോഴും നിങ്ങൾ വിജയിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ കണ്ണ് നനയുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഒറ്റപ്പെടുത്തിയ ആ ഒരു നിമിഷത്തെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ ആ വേദനയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഐസൊലേഷൻ്റെ എനർജി ചിന്തയാകാം, നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകളായിരിക്കാം. അത് വീണ്ടും 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 നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വീണ്ടും 3 ഓഫ് സോഡാണ്. കഠിനമായിട്ടുള്ള ഒരു വേദനയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വന്ന സമയം, അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളുടെ പിറകെ നടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികൾ ഇപ്പോൾ കറന്റ്ലി ഈ എനർജിയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി വന്നിരിക്കുന്നത്, ഒരു പെയിൻ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾ പലയിടത്തും പോയി ചോദിച്ചിട്ടുണ്ട് എന്നൊന്ന് സഹായിക്കുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ച് സംസാരിക്കാനെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഒന്ന് കരയാൻ നേരത്ത് നിങ്ങൾ ആ പോട്ടെ സാരമില്ല ഞാനുണ്ടല്ലോ എന്ന് കേൾക്കാൻ പോലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണുന്നു. എന്തൊക്കെ നേടിയെടുത്തിരുന്നാലും, നിങ്ങൾ ആത്മധൈര്യം നേടിയെടുത്തിരുന്നാലും, ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതെ ഔട്ട്സൈഡർ ആയിരുന്ന നിമിഷത്തെ ഓർക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കണ്ണുകൾ നിറയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു, മറ്റുള്ളവരെ കൂടി നിങ്ങൾ സഹായിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു, ക്യൂനോ വാണ്ടായി മാറിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള പല ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കുറേ നെഗറ്റീവിലായിരുന്നു, നെഗറ്റീവുകൾ നിങ്ങൾ ഭയപ്പെടുത്തിയിരുന്നതായി കാണുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണിൽ കെട്ടുകളായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത്. ആ കെട്ടുകളെല്ലാം അഴിച്ചു കളഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ഈ പ്രപഞ്ചത്തെ കാണുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും നാളും ചില വ്യക്തികളുടെ ഒരു കംഫോർട്ട് സോണിൽ മാത്രമായിരുന്നു. ആ കംഫോർട്ട് സോൺ പൊട്ടിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ കാണുന്നത് ഈ പ്രപഞ്ചത്തെയാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ പല സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഓപ്പണായി വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം പല സ്ഥലത്തു നിന്നും വ്യക്തികളെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചാനലാക്കി മാറ്റിയിരിക്കുന്നതായിട്ട് ഡ്രസ്സിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓവറോൾ എനർജിയിലും അത്രത്തോളം ഒരു മാറ്റം തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേദനിക്കുന്ന ഹൃദയം ഇപ്പോഴും നിലവിലുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, ചുറ്റും എത്ര പേരുണ്ടെങ്കിലും, 1000 പേര് ചുറ്റുമുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ശൂന്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ച നിമിഷങ്ങൾ ഇപ്പോഴും ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേറ്റ മുറിവ് ഇതുവരെയും ഉണങ്ങിയിട്ടില്ല, ഹാർട്ട് ചക്ര ഇതുവരെയും ഹീൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് എന്തെങ്കിലും നേരെയാക്കാനുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നടക്കുന്നതിലും നല്ലത് ഈ ജന്മത്തിൽ, നമ്മൾ ബോധത്തോടു കൂടി ഇരിക്കുന്ന ഈ ജന്മത്തിൽ ഞാൻ മാറ്റേണ്ടതായിട്ടുള്ള, ഞാൻ പൊട്ടിക്കേണ്ടതായിട്ടുള്ള ചങ്ങലകൾ എന്തൊക്കെയാണ്, എന്നെ മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ സിറ്റുവേഷനിൽ നിന്നും എനിക്ക് എൻ്റെ ഹൃദയത്തെ മോചിപ്പിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സൽ എനർജിയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്, സെലിബ്രേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ പ്രപഞ്ചം കൊണ്ടുപോകുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, ഒരു തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ആർക്കും നിങ്ങളെ ബന്ധിച്ച് നിർത്തുവാൻ സാധിക്കുകയില്ല. ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു കെട്ടുപാടുകളിൽ നിങ്ങൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാതെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചും അത് ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ഇമ്മച്വറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇനി നിങ്ങൾ ചെയ്യുന്നത് യുക്തിപരമായി നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി, ഇത്രയും നാൾ കോൺഫ്ലിക്റ്റ് ആയിരുന്ന ആ എനർജിയിൽ നിന്നും നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുകയാണ് നിങ്ങളുടെ ജീവിത അനുഭവം കൊണ്ട്. ഓക്കെ, ഇവിടെ എംപററാണ്, ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. ഈ പ്രായം എന്ന് കാണിക്കുന്നത് ജീവിത അനുഭവങ്ങളെയാണ്. നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ പലതും പഠിച്ചു കഴിഞ്ഞു, പഠിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം, ഏതൊക്കെ വ്യക്തികളാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വന്ന സമയത്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് ആരൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കി ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ സ്ട്രെങ്ത് ആയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ള ഒരു എനർജി നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ
ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്ന ആ മനസ്സിനെ നിങ്ങൾക്കിപ്പോൾ അടക്കി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് കഴിയുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കും. ഇത് ഫ്യൂച്ചറാണ്, ഫ്യൂച്ചറിൽ വരുന്ന കാർഡിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തു വരാൻ സാധിക്കും. അങ്ങനെ പുറത്തു വരുന്നതായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ കാണുവാനും ജീവിതത്തെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും ജീവിതത്തിൽ പല വിജയങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് മൈൻഡിനെ നിങ്ങൾക്ക് റിലീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വരണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള പെയിൻ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി, അത് സാമ്പത്തികമാകാം, റിലേഷൻഷിപ്പ് ആകാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാകാം, അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുന്നതിന് വേണ്ടി എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾ പിന്തുടർന്ന് വരേണ്ടത്. ഓക്കെ, നമ്മൾ സന്തോഷത്തെ തേടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വയം സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ബ്ലെസ്സിങ് ലഭിക്കും. ഓക്കെ, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ശാപവും, നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമുക്ക് ബ്ലെസ്സിങ്ങും ലഭിക്കും. ഈ ഒരു നിമിഷം നിങ്ങളൊരു കണ്ടിന്യൂസ് ആയി ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം വെരി വെരി ഹാപ്പി, ഐ ആം വെരി വെരി ഹാപ്പി എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നോക്കിയാണ്, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ശക്തമായിട്ടൊന്ന് സ്പീഡിന് പറഞ്ഞു നോക്കിയാണ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വരും. നിങ്ങളുടെ പേശി വലിഞ്ഞ് ചിരിക്കുന്ന രീതിയിൽ വലിയാൻ തുടങ്ങും. ഓക്കെ, അത് നിങ്ങൾ ചിരിക്കുന്നതല്ല, മനഃപൂർവ്വം ചിരിക്കുന്നതല്ല, നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ കൊണ്ട് ആ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ പറഞ്ഞു വിടുന്നത്, നിങ്ങൾ എന്താണോ അതിനുവേണ്ടി ശ്രമിക്കുന്നത്, ആ ശ്രമിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ അത് ഉൾക്കൊള്ളുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഹാപ്പി, നിങ്ങൾ കരയാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, നിങ്ങൾ വിഷമങ്ങളെ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ വിഷമങ്ങളായിരിക്കും നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ വരാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ സന്തോഷത്തെ അന്വേഷിച്ച് നോക്കൂ. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം, നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ നാളത്തെ ദിവസം മുഴുവനും സന്തോഷത്തിലായിരിക്കുമെന്ന് ഉപബോധ മനസ്സിനോട് കൃത്യമായി പറഞ്ഞ് നിർദ്ദേശം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക, സന്തോഷത്തിലായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാനത് ചെയ്യാറുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, നമ്മുടെ ചക്രാസിനെ എല്ലാം കൃത്യമായി ബ്ലോക്കുകളെല്ലാം മാറ്റി നമ്മൾ ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അതിന് സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉള്ളതായിട്ടുള്ള ഓവറായിട്ടുള്ള ഒരുപാട് എനർജീസ് ഉണ്ട്. ആ എനർജീസ് എല്ലാം പുറത്തേക്ക് പോകും. ഓക്കെ, നമ്മളിൽ നിന്ന് പുറത്ത് പോയെങ്കിൽ മാത്രമേ പുതിയ എനർജി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിലുള്ള പക, വെറുപ്പ്, ദേഷ്യം, ഇതെല്ലാം മനുഷ്യ സഹജമായിട്ട് വികാരങ്ങളുള്ളതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മളിലുള്ളതായിട്ടുള്ള ചില നെഗറ്റീവ് എനർജീസിനെ നമ്മൾ പുറത്ത് കളയണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. ശാന്തമായിട്ടുള്ള മനസ്സ് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശാന്തമായിട്ടുള്ള മനസ്സ് എപ്പോഴും നമുക്ക് ശാന്തമായി നിൽക്കണമെന്നില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. എങ്കിലും ആ പൊട്ടിത്തെറിപ്പിനെ വീണ്ടും നമുക്ക് ശാന്തമാക്കി കൊണ്ടുവരിക. ഓക്കെ, പിന്നീട് പൊട്ടിത്തെറിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിർവരമ്പുകളൊക്കെ കെട്ടി സൂക്ഷിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ സഹായിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുക. പുറമേ നിന്ന് നോക്കി നടന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് പറയുന്നുണ്ടോ, അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, എനിക്കെന്താ ഇങ്ങനെ ഇല്ലാത്തത്, അവരെനിക്ക് എന്തെങ്കിലും കൂടത്രങ്ങൾ ചെയ്യുന്നുണ്ടോ, എനിക്ക് എൻ്റെ കാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ട്, എൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും കൂടത്രങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു രീതി പുറമേ നോക്കുന്നതിന് പകരം ഉള്ളിലേക്ക് നോക്കുക. എനിക്ക് എന്താണ് തെറ്റ്, എനിക്ക് ഈ ജോലി കിട്ടുന്നതിന് തടസ്സമായിരിക്കുന്നതിന് കാരണം എന്താണ്, എൻ്റെ കാല് ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതിൻ്റെ കാരണം എന്താണ്, എൻ്റെ ചെരുപ്പിൻ്റെ കുഴപ്പമാണോ അതോ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ കാലിൻ്റെ ആണോ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. നടന്നു വന്നു, ഓക്കെ, നടന്നു വരുന്ന വഴിയിൽ നമ്മുടെ കാല് സ്ലിപ്പാകുന്നുണ്ടോ, അപ്പോൾ എവിടെ വെച്ചാണ് സ്ലിപ്പായത്, അപ്പോൾ ആ വന്നിരിക്കുന്ന ആ ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ കാലിനാണോ, നമ്മുടെ ശ്രദ്ധക്കുറവിനാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം മാത്രമേ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, എടുക്കുന്ന വ്യക്തികൾക്കും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ പറയുമ്പോഴേക്കും നമ്മൾ റീഡിംഗ് എടുക്കുന്ന വ്യക്തി പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ പറഞ്ഞു തരുന്നത് യൂണിവേഴ്സ്. ഓക്കെ, അടുത്തത് 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വരുന്നുണ്ട്.
നയൻ ഓഫ് വാണ്ടിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാര്യം ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് നാളെ തന്നെ അത് കിട്ടണം. ഓക്കെ, ചില വ്യക്തികൾ പറഞ്ഞ് ഞാൻ ഇന്നലെ എൻ്റെ റിലേഷൻഷിപ്പ് നേരെ ആകണമെന്ന് പറഞ്ഞ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. പക്ഷേ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, നിന്നെ വേണ്ടാന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയുന്ന സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ തന്നെ അത് ഓക്കെ ആകണമെന്നുള്ളതല്ല. ആ വ്യക്തിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള ആ നെഗറ്റീവ് എനർജി റിലീസ് ആകുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മാനിഫെസ്റ്റിൻ്റെ എനർജിയും വിശ്വാസവും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആശിച്ച പോലെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്ന ഫലങ്ങളെല്ലാം പുഴുവരിച്ചതും അല്ലെങ്കിൽ ഉപയോഗശൂന്യമായതും കേടുപാടുകൾ വന്നതും ഒക്കെ അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞതും ഒക്കെ ആയിപ്പോകും. ഓക്കെ, അങ്ങനെ ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക, പ്രപഞ്ചത്തിൻ്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് കമൻറ്റ് കൂടി രേഖപ്പെടുത്താവുന്നതാണ്. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണം, ഇത് ജനറൽ റീഡിംഗ് ആണ്. എനിക്ക് പേഴ്സണൽ റീഡിങ്ങിൽ അറിയണമെന്ന് താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.